പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടവനാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം എത്ര വലുതാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ എളിമയോടെ അച്ഛൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. അപ്പസ്തോല പ്രവർത്തനം 2:17 പത്രോസാണ് ഗംഭീരമായിട്ട് പറഞ്ഞത്. ജോയൽ പ്രവാചകനം വീണ്ടും എടുത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ പത്രോസിന്റെ ആത്മാവിന് തീ പിടിച്ചു. പത്രോസ് നിന്ന് കത്താണ്, കൊടുങ്കാറ്റ് പോലെയാണ് ആശാൻ സെഹിയോൻ ഊട്ടുശാലയെന്ന് പുറത്തേക്ക് വന്നത്. എന്നിട്ട് ശമയോൻ പത്രോസ് പറയുന്ന ഡയലോഗ് നിങ്ങൾക്കറിയാലോ. ശമയോൻ പത്രോസ് പറഞ്ഞു, ഞങ്ങള് സ്മോളടിച്ച് റേഞ്ച് പോയവരല്ല, ഞങ്ങള് മദ്യപിച്ച് ലെക്ക് കെട്ടവരല്ല. പത്രോസ്ലിഹ പറയണത് അങ്ങനെയാ. ദൈവം അരുളി ചെയ്യുന്നു, അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ജോയലിന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതലുള്ള വചനത്തിൽ ജോയേൽ പ്രവാചകൻ പ്രവചിക്കുന്നതാണ് പൗലോസ് അപ്പോസ്തലൻ പത്രോസ് ശ്ലീഹ ആവർത്തിക്കുന്നത്. മദ്യപിച്ച് ലഹരി കെട്ടവരല്ല ഞങ്ങൾ, നേരെ മറിച്ച് കർത്താവ് അവന്റെ ജീവിതം കീഴ്മേലും അറിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ബോധ്യത്തോടെ എൻ്റെ വിനീതമായ ഒരു അപേക്ഷയാണ് ഈ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയിൽ വീണ്ടും നിങ്ങൾ ഉൾപ്പെടുത്തണം. ആത്മാവ് എന്ന് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോ അന്ന് നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ആരംഭിച്ചു. അതിന്റെ കാരണം അച്ഛൻ പിന്നാലെ പറയാം. ആത്മാവാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ. ഇഷ്ടംപോലെ തിരുവചനം അച്ഛൻ പറഞ്ഞല്ലോ. നമ്മുടെ കർത്താവ് എന്തുമാത്രം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കണു. അപ്പസ്തോല പ്രവർത്തനം 1:4 നമ്മൾ കണ്ടു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തില് കർത്താവിന്റെ കൽപ്പന നമ്മൾ കേട്ടു. യോഹന്നാന്റെ സുവിശേഷം നിറയെ പരിശുദ്ധാത്മാവാണ്. നിക്കോദേമോസിനോട് പറഞ്ഞു തുടങ്ങും തമ്പുരാൻ, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്, ശരീരത്തിൽ നിന്ന് ജനിക്കുന്നത് ശരീരം. നീ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞത് കേട്ട് നീ അത്ഭുതപ്പെടണ്ട. പരിശുദ്ധാത്മാവിനാലും ജലത്താലും വീണ്ടും ജനിക്കാത്തവന് സ്വർഗത്തിൽ പോവാൻ പറ്റുകയില്ല. അവിടുന്ന് തുടങ്ങും യോഹന്നാന്റെ സുവിശേഷത്തില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള കർത്താവിന്റെ പ്രബോധനങ്ങൾ ഇഷ്ടം പോലെ. യോഹന്നാന്റെ സുവിശേഷം 7:37 എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പണ്ട് പന്തക്കൊസ്തക്കാര് പാടിക്കൊണ്ടിരുന്നൊരു പാട്ടുണ്ട്, മുട്ടോളം പോരാ അരയോളം പോരാ വലിയൊരു നദിയായി ഒഴുകിയിടട്ടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ചാ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ ബ്രാക്കറ്റിലിടും, അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായം മുഴുവനും പരിശുദ്ധാത്മാവ്. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ വില എന്താന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. ആത്മാവാണ് പഠിപ്പിക്കുന്നവൻ. എല്ലാ കാര്യങ്ങളും അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഈശോ ശിഷ്യന്മാരോട് പറയുക, യോഹന്നാന്റെ സുവിശേഷം 14:15 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങളുടെ മേൽ അയക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ പോണത് നല്ലതാന്ന് ഈശോ പറയും. 16-ാം അധ്യായം 7-ാം വചനം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മക്കളെ ഞാൻ പോണത്. ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോട് ഈശോ പറയുക, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോണത്. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ പോയില്ലെങ്കിൽ അവൻ വരില്ല. ഞാൻ പോയാൽ ഉടനെ അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും
ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും. ഒരു നല്ല കുമ്പസാരം നടത്താൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാ. പാപബോധവും പശ്ചാത്താപവും ഒരുവന്റെ മനസ്സിൽ ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാ. എന്റെ പൊന്നുമക്കളെ, നമ്മുടെ സഭയിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം അച്ഛൻ കണ്ടെത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ കുറവാണ്. ആത്മാവ് പടി ഇറങ്ങിക്കഴിഞ്ഞ പണി പാളും. പാപബോധം ഉണ്ടാവില്ല, പശ്ചാത്താപം ഉണ്ടാവില്ല, വിവേകം ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവാണ് ഇതൊക്കെ നമുക്ക് തരണത്. വെറുതെ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, പടി കടന്നേക്കരുത് അവൻ വരണവരെ. പടി കടന്നേക്കരുത് ശമയോനെ, പരിശുദ്ധാത്മാവ് വരണത് വരെ അടങ്ങി ഒതുങ്ങി അകത്തിരുന്നോളണം. അവന്റെ വരവും കാത്ത് അവൻ വന്നു കഴിയുമ്പോ നീ പുറത്തിറങ്ങിക്കോ, പിന്നെ നീ പുലിയാണ്. കുർബാന സ്വീകരിച്ച ദിവസം എല്ലാവർക്കും അറിയാം, അന്ന് ഭയങ്കര ആഘോഷമായിരുന്നില്ല. സ്ഥൈര്യലേപനം കിട്ടിയെന്ന് വല്ല പിടിയില്ല. അന്ന് തന്നെ തടഞ്ഞെങ്ങ രക്ഷപ്പെട്ടു. ഇത് ഈ കുർബാന സ്വീകരണത്തിന്റെ ഒപ്പാണ്. മുറോനും കൂടി പൂശി കിട്ടിയെങ്കിൽ സംഗതി രക്ഷപ്പെട്ടു. എല്ലാവരും കുർബാന സ്വീകരണത്തിന് പടടിക്കുന്നത് ഈശോ തിരുവോസ്തി തന്നെ അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും പരിശുദ്ധാത്മാവ് വരണ പടടിക്കാറില്ല. ഇതൊക്കെ തന്നെ കുഴപ്പം. അറിഞ്ഞോ അറിയാണ്ടോ പരിശുദ്ധാത്മാവ് ഔട്ട്സ്പോക്കണായി. പുള്ളി എങ്ങനെയോ പടിയിറങ്ങിപ്പോയി. എന്തിനു വേണ്ടി കാത്തിരിക്കണമെന്ന് തമ്പുരാൻ പറഞ്ഞോ, ആരെ ഗൗരവത്തിലെടുക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടോ, ആരാണ് വഴി നടത്തുന്നതെന്ന് അവൻ ഉറപ്പ് നൽകിയോ, ആ പരിശുദ്ധാത്മാവിനെ വിദഗ്ധമായിട്ട് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്റെ പൊന്നുമക്കളെ, നന്നായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. എല്ലാവരുടെയും സങ്കടമാണല്ലോ പ്രാർത്ഥിക്കാൻ ഒരു സുഖമില്ലച്ചു. അല്പമെങ്കിലും ആത്മീയ കാര്യങ്ങളില് ഔത്സുക്യമുള്ള ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർ പങ്കുവെക്കണ ഒരു വേദന അത്. അച്ഛാ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഉറക്കം വരും. അത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് രോഗമാണല്ലോ. ക്രിക്കറ്റ് കാണാനും വേൾഡ് കപ്പ് കാണാനും എന്തിന്, ഇപ്പൊ കുറുപ്പ് കാണാനായാലും പച്ചീർക്കല് കുത്തിവെച്ചിരിക്കും. കണ്ണില് പച്ചീർക്കല് കുത്തിവെച്ച് ആ സീരിയൽ അങ്ങോട്ട് കഴിഞ്ഞ് അന്ന് നമുക്ക് കൊന്തെത്തിക്കാന്ന് അങ്ങോട്ട് പറഞ്ഞാണ്ടില്ല. ഇത് എവിടെന്നാ വരണേന്ന് അറിഞ്ഞുകൂടാ ഉറക്കം. കാരണം തപ്പി എങ്ങും പോണ്ടിട്ട. കൃത്യമായിട്ട് പത്രോസ്ലീഹ പറയും, യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കില്ല. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12:3 പൗലോസപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയോട് പറയുക, കർത്താവാണ് യേശുവെന്ന് നിനക്ക് പറയാൻ പറ്റണമെങ്കിൽ നിന്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് വേണം. കറക്റ്റായിട്ട് നമ്മുടെ തമ്പുരാൻ പത്രോസിനോട് പറഞ്ഞില്ലേ? മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം, കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണത്? പലരും പലതും പറയുന്നുണ്ട്. ശിഷ്യന്മാര് പറഞ്ഞു, ചിലര് പറയുന്നു ജെറമിയ, ചിലര് പറയുന്നു ഏലിയ, വേറെ ചിലര് പറയുന്നു പ്രവാചകന്മാരിൽ ഏതോരുവൻ. ഈശോ ചോദിച്ച്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണത്? 12 അണ്ണന്മാരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. അവസാനം കർത്താവിന്റെ കണ്ണുപോയി ശമയോന്റെ കണ്ണിൽ ഉടക്കി. പത്രോസ് കിട്ടിയാ കിട്ടി, പോയാ പോയി, വെച്ച് നീക്കി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ വന്നു തമ്പുരാന്റെ മറുപടി, യോനായുടെ പുത്രനായ സൈമൺ, ജഡമാംസ രക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, പിന്നെയോ നിന്നിൽ വസിക്കുന്ന എന്റെ ദൈവത്തിന്റെ ആത്മാവ്. നിന്നിൽ എന്റെ ദൈവത്തിന്റെ, എന്റെ പിതാവിന്റെ ആത്മാവുണ്ട് ശമയോനെ. അവനാ നിന്നെ കൊണ്ട് ഇത് പറയിച്ചത്. അതുകൊണ്ട് പൗലോസ് പറയണത്, യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും പറ്റുകയില്ല.
ദൈവം ആത്മാവാണ്. യോഹന്നാൻ അങ്ങനെ എഴുതുക, ദൈവം ആത്മാവാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:26. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം.